ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ജീവകങ്ങളെക്കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ആണ് ഈ ക്ലാസ്സിലുള്ളത്. ജീവകങ്ങൾ. വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമർ ഫങ്ക്. വിറ്റാമിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ഹോഫ്കിൻ. കോഎൻസൈം എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ. വൈറ്റമിൻ ഓർഗാനിക് സംയുക്തമാണ്. കാർബൺ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളാണ് വൈറ്റമിൻ. വൈറ്റമിനുകൾ രണ്ട് തരം: കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ബി, സി. ആകെ വൈറ്റമിനുകളുടെ എണ്ണം 13. സിമ്പിൾ വൈറ്റമിനുകൾ 5, കോംപ്ലക്സ് വൈറ്റമിനുകൾ 8. വൈറ്റമിൻ എ. വിറ്റാമിൻ എ റെറ്റിനോൾ എന്നും അറിയപ്പെടുന്നു. ആൽക്കഹോളിക് ആയിട്ടുള്ള വൈറ്റമിൻ, വൈറ്റമിൻ എ. പ്രകൃതിയാൽ കാണപ്പെടുന്ന വൈറ്റമിൻ, വൈറ്റമിൻ എ. വൈറ്റമിൻ എ കണ്ടുപിടിച്ചത് മാർഗരറ്റ് ഡേവിസ് ആൻഡ് എൽമർ മിക്കോളാം. വൈറ്റമിൻ എ ശേഖരിക്കപ്പെടുന്ന അവയവം കരൾ. കണ്ണ്, ത്വക്ക്, കോശം എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ, വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം കണ്ണിനുണ്ടാകുന്ന രോഗം നിശാന്തത. വൈറ്റമിൻ എയുടെ ദീർഘനാളത്തെ അപര്യാപ്തത മൂലം കണ്ണിനുണ്ടാകുന്ന രോഗം മാലക്കണ്ണ്. പാൽ, മുട്ട, ക്യാരറ്റ്, ചീര, മുരിങ്ങ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവകം വൈറ്റമിൻ എ. പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം കുട്ടികൾക്ക് നൽകുന്ന വൈറ്റമിൻ, വൈറ്റമിൻ എ. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിൻ. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് കരോട്ടിൻ. കരോട്ടിന്റെ ഘടകരൂപം ശരീരത്തിൽ പ്രവേശിക്കുകയും വിറ്റാമിൻ എ ആയിട്ട് മാറുകയും ചെയ്യുന്നു. കണ്ണിലെ റെറ്റിനയിലെ കോൺകോശങ്ങളിലും റോഡ് കോശങ്ങളിലും കാണപ്പെടുന്ന വർണ്ണകങ്ങളായ റോഡോപ്സിന്റെയും ഫോട്ടോപ്സിന്റെയും നിർമ്മാണത്തിന് ആവശ്യമായ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്നത് വിറ്റാമിൻ എ. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ. മീനെണ്ണയിൽ ധാരാളമായി കാണപ്പെടുന്ന വിറ്റാമിൻ, വൈറ്റമിൻ ഡി. പാൽ ഉൽപ്പന്നങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന വിറ്റാമിൻ, വൈറ്റമിൻ ഡി. ഇലക്കറികളിൽ ലഭ്യമല്ലാത്ത വിറ്റാമിൻ, വൈറ്റമിൻ ഡി. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ, വൈറ്റമിൻ ഡി. മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ, വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിലെ UV റേസ് ശരീരത്തിൽ പതിക്കുമ്പോൾ ത്വക്കിന് കീഴിലായി വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. UV റേസ് ത്വക്കിനടിയിലെ കൊഴുപ്പിനെ വൈറ്റമിൻ ഡി ആക്കി മാറ്റുന്നു. കാൽസ്യം ആഗിരണം ചെയ്യുന്ന വിറ്റാമിൻ, വിറ്റാമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കാൽസ്യത്തിന്റെ ആഗിരണം കുറയുകയും എല്ലിന്റെയും പല്ലിന്റെയും ബലക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുകയും കണരോഗം ബാധിക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന രോഗമുണ്ടാകുന്നു. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത് ടോക്കോഫിറോൾ. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ പരിഹരിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ, വൈറ്റമിൻ ഇ. നിരോക്സിക്കാരായ വിറ്റാമിൻ, വൈറ്റമിൻ ഇ. സസ്യ എണ്ണകളിൽ ധാരാളമായി കാണപ്പെടുന്ന വിറ്റാമിൻ, വൈറ്റമിൻ ഇ. വിറ്റാമിൻ ഇ ഏറ്റവും അധികം കാണപ്പെടുന്നത് മുട്ടയുടെ മഞ്ഞയിൽ. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ, വൈറ്റമിൻ ഇ. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വിറ്റാമിൻ, വൈറ്റമിൻ ഇ. വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ അറിയപ്പെടുന്നത് ഫിലോക്വിനോൺ. കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ, വൈറ്റമിൻ കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ, വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ, വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ചീര, ക്യാബേജ്, കോളിഫ്ലവർ. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഹീമോഫീലിയ. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 7. വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളും. വിറ്റാമിൻ എ റെറ്റിനോൾ. വിറ്റാമിൻ B1 തയാമിൻ. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്.
വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വിറ്റാമിൻ B6 പെരിഡോക്സിൻ, വിറ്റാമിൻ B7 ബയോട്ടിൻ, വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 സയനോ കൊബാലമിൻ, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫിലോക്വിനോൺ. വൈറ്റമിൻ സി. വൈറ്റമിൻ സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വൈറ്റമിൻ സി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. ആന്റി ക്യാൻസർ ഏജന്റ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ വൈറ്റമിൻ സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. പുളിരുചിയുള്ള പഴങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. സിട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഫലങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ വൈറ്റമിൻ സി. നെല്ലിക്കയിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. ആസിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വിറ്റാമിൻ വൈറ്റമിൻ സി. മോണയിലെ പൊട്ടലിനും രക്തസ്രാവത്തിനും കാരണം വൈറ്റമിൻ സിയുടെ അപര്യാപ്തത. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി ഒരു കോംപ്ലക്സ് വിറ്റാമിൻ ആണ്. വൈറ്റമിൻ ബിയെ 8ആയി തിരിച്ചിരിക്കുന്നു. വൈറ്റമിൻ B1. വൈറ്റമിൻ B1 അറിയപ്പെടുന്നത് തയാമിൻ. തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ B1. കാർബോഹൈഡ്രേറ്റിനെ ഊർജമായി മാറ്റുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B1. അമിത മദ്യപാനികൾക്ക് ചികിത്സാർത്ഥം കൊടുക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B1. വൈറ്റമിൻ B1ന്റെ അപര്യാപ്തത മൂലം വായിലുണ്ടാകുന്ന അസുഖം വായ്പുണ്ണ്. വൈറ്റമിൻ B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ബെറിബെറി. വൈറ്റമിൻ B3. വൈറ്റമിൻ B3 അറിയപ്പെടുന്നത് നിയാസിൻ അഥവാ നിക്കോട്ടിക് ആസിഡ്. ഉപാപചയ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B3. ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B3. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. പെല്ലഗ്രയുടെ ലക്ഷണം സൂര്യപ്രകാശം ഏൽക്കുന്ന ത്വക്കിലെ ഭാഗങ്ങൾ വരണ്ട് ഉണങ്ങിപ്പോകും. വൈറ്റമിൻ B5. വൈറ്റമിൻ B5 അറിയപ്പെടുന്നത് പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പരിസ്ഥേഷ്യ. വിറ്റാമിൻ B5 അടങ്ങിയ ഭക്ഷണ സ്രോതസ്സുകൾ: നിലക്കടല, കശുവണ്ടി, അവോക്കാഡോ, ബ്രൗൺ റൈസ്, പാൽ, പയർ, ബ്രൊക്കോളി, മുട്ടയുടെ മഞ്ഞക്കരു, സോയാബീൻസ്, ബ്രൗൺ റൈസ്. വൈറ്റമിൻ B6. വൈറ്റമിൻ B6 അറിയപ്പെടുന്നത് പെരിഡോക്സിൻ. സ്ത്രീകളിലെ ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B6. വൈറ്റമിൻ B6ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പെരിഫറൽ ന്യൂറോപ്പതി. ഗ്ലൈക്കോജൻ, അമിനോ ആസിഡുകൾ എന്നിവയുടെ ഉപാപചയ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ B6. നാഡീവ്യവസ്ഥയുടെയും RBC കോശങ്ങളുടെയും പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ വൈറ്റമിൻ B6. വൈറ്റമിൻ B7. വൈറ്റമിൻ B7 അറിയപ്പെടുന്നത് ബയോട്ടിൻ. വൈറ്റമിൻ B7ന്റെ പഴയ പേര് വൈറ്റമിൻ H. എയ്ഡ്സ് നിർണയ ടെസ്റ്റായ വെസ്റ്റേൺ ബോൾ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B7. വൈറ്റമിൻ B9. വൈറ്റമിൻ B9 അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ്. അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിൽ സഹായിക്കുന്ന വൈറ്റമിനുകൾ വൈറ്റമിൻ B9 ആൻഡ് വൈറ്റമിൻ B12. വൈറ്റമിൻ B9ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അവസ്ഥ അനീമിയ. വൈറ്റമിൻ B12. വൈറ്റമിൻ കുറവുകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന വിറ്റാമിൻ B12ന്റെ സിന്തറ്റിക് സംയുക്തമാണ് സയനോകൊബാലമിൻ. കോബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B12. വൈറ്റമിൻസിനെ കുറിച്ചുള്ള പോയിന്റ്സ് ഇത്രയുമാണ്. താങ്ക് യു.